നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ലലീഗയിൽ ഇന്ന് ബാഴ്സലോണ ചാമ്പ്യന്മാരാവുമോ എന്നതാണ് ചോദ്യം. അടി ഒക്കെ പൊട്ടി വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന റയൽ മാഡ്രിഡാണ് ഇന്നത്തെ എതിരാളികൾ. ക്യാമ്പ് നൗവിൽ രാത്രി ഇന്ത്യൻ സമയം 12:30 എൽ ക്ലാസിക്കോ പോരാട്ടം. എന്തൊരു ഉഷാറില്ലാത്ത റയൽ മാഡ്രിഡ് ഫാൻസ് അങ്ങനെയാണ് പറയുന്നത്. അമ്മാരി അടിയല്ല പൊട്ടിയത്, പിന്നെ എന്ത് ഉഷാറാണ്. ടീം ആകെ പ്രശ്നത്തിലാണ് നിൽക്കുന്നത്. പക്ഷേ ഇത് വളരെ അഭിമാനം സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ്. പ്രശ്നമൊന്നുമില്ലാതെ കാണിക്കണം കളിക്കളത്തിൽ. സാധിക്കുമോ എന്ന് കണ്ടറിയണം. ബാഴ്സക്ക് ഇന്ന് റയലിനെ വിജയിക്കാൻ വിട്ടില്ലെങ്കിൽ കിരീടം സ്വന്തമാക്കാൻ പറ്റും. 34 കളി 88 പോയിൻ്റാണ് ബാഴ്സക്ക്. 34 കളി 77 പോയിൻ്റേ റയൽ മാഡ്രിഡിന് ഉള്ളൂ എന്ന കാര്യം നോക്കണം. അപ്പം അതുകൊണ്ട് ഇന്ന് റയലിനെ വിജയിക്കാൻ വിട്ടില്ലെങ്കിൽ ബാഴ്സയ്ക്ക് കിരീടം സ്വന്തമാക്കാൻ പറ്റും. അതിലേക്ക് ഒരു സ്റ്റെപ്പ് കൂടി വെക്കാൻ പറ്റും. ആ കിരീടം സ്വന്തമാക്കാൻ പറ്റും. അതുകൊണ്ട് ആ അർത്ഥത്തിൽ തന്നെയാണ് ഈ ഒരു കളിയെ ഹാൻസി ഫ്ലിക്ക് കാണുന്നത്. ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം അത് എടുത്തു പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ്, ഇപ്പം ലീഗ് മത്സരങ്ങൾ, ലീഗ് 2 തവണ ചൂടുക, ഒരുമിച്ച് അടിക്കുക എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും വളരെ വലിയൊരു കാര്യമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഇതുവരെ ലലീഗയിൽ ആ ലക്ഷ്യം ഞങ്ങൾ നേടിയിട്ടില്ലല്ലോ. ഞങ്ങളതിന് തൊട്ടടുത്താണെന്നുള്ളത് സമ്മതിക്കുന്നു. പക്ഷേ ഞങ്ങൾക്കത് ചെയ്യണം, അത് കംപ്ലീറ്റ് ചെയ്യണം, ഫിനിഷ് ചെയ്യണം. ആ ഫൈനൽ സ്റ്റെപ്പ് നാളെ എടുക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ടാണ്, അതിന് കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നത് എന്നുകൂടി ഹാൻസി ഫ്ലിക്ക് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് അദ്ദേഹം പറയുകയാണ്, നാളെ ആ ഫൈനൽ സ്റ്റെപ്പ് ഞങ്ങൾ എടുക്കുമെന്ന് പറഞ്ഞാൽ നാളെ ആ കിരീടം ചൂടും, ഇന്ന് ആ കിരീടം ചൂടും എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ബാഴ്സയുടെ നിരയിൽ ആരൊക്കെ എന്നുള്ള ചോദ്യമുണ്ട്. റൂണി ഓർ റാഷ്ഫോർഡ് ഇൻ അറ്റാക്ക് എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ ഉത്തരം അദ്ദേഹം തേടുകയാണെന്ന് മുണ്ടോ ഡിപ്പോർട്ടിവോ റിപ്പോർട്ട് ചെയ്തു. അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഡിഫൻസിലും ചില സംശയങ്ങൾ അദ്ദേഹത്തിനുണ്ട്. ഇപ്പം യൂൾസ് കൂണ്ടെ ഈസ് എ സ്ലൈറ്റ് ഫേവറേറ്റ്, പക്ഷേ എറിക് കുഡ് സ്റ്റാർട്ട് ഇൻസ്റ്റഡ് എന്നുള്ള കാര്യങ്ങളോട് കൂടിയുണ്ട്. അപ്പോൾ റൈറ്റ് ബാക്ക് പൊസിഷനിൽ ഫ്ലിക്കിന് ഡൗട്ടുണ്ട്, ആരെ റൈറ്റ് ബാക്ക് പൊസിഷനിൽ കളിപ്പിക്കും. കൂണ്ടെ ഒരു സ്ലൈറ്റ് ഫേവറേറ്റ് ആയിട്ട് കൂണ്ടെ കാണുന്നെങ്കിലും എറിക്കിന് സാധ്യതയുണ്ട് എന്നുള്ള വിവരം കൂടി പുറത്തേക്ക് വരുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കാര്യങ്ങൾ ഫൈനലൈസ് ചെയ്യപ്പെട്ടിട്ടില്ല. ഇന്ന് അദ്ദേഹം ആ കാര്യത്തിലൊരു വ്യക്തത വരുത്തും. എന്തായാലും റയലിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ പ്രശ്നങ്ങളൊരു ഭാഗത്ത് നിൽപ്പുണ്ടെങ്കിലും അതൊക്കെ ഫൈനിട്ട് തീർത്തിട്ടുണ്ട്. ഫെഡെ വാൽവേർദേക്ക് കളിക്കാൻ പറ്റൂല, 2 ആഴ്ചക്കാലം പുറത്താണ്. എന്നാൽ എംബാപ്പെ ഫിറ്റായി വന്നിട്ടുണ്ട്, ഷൂമനി സ്ക്വാഡിലുണ്ട്. അപ്പോൾ ഇന്നത്തെ മത്സരം നല്ലൊരു പോരാട്ടം നടത്താനുള്ള ശ്രമം റയലും നടത്തും. അതേസമയം വിജയിച്ചുകൊണ്ട് കിരീടം സ്വന്തമാക്കാനായിരിക്കും ബാഴ്സയുടെ ശ്രമം. അതുകൊണ്ട് തന്നെ ക്യാമ്പ് നൗവിൽ ഇന്ന് തീപ്പൊരി മാറും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.